ഫാദർ ഓഫ് മോഡേൺ മിഷൻസ് എന്നറിയപ്പെടുന്നത് വില്യം കേറിയാണ്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു വാക്കുണ്ട്, ഒരു വരിയുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു വരി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാനത് വായിച്ചു. എൻ്റെ ഹൃദയത്തിൽ നിന്നും മാറാതെ നിൽക്കുന്ന ഒരു വരിയാണ്. ആ വരി വായിച്ചുകൊണ്ട് നമ്മുടെ വചനധ്യാനത്തിലേക്ക് ചുരുക്കം ചില നിമിഷങ്ങളിൽ തിരിപ്പാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഇങ്ങനെ അദ്ദേഹം പറഞ്ഞത്: I am not afraid of failure. I am afraid of succeeding at things that don't matter. പരാജയങ്ങൾ ഞാൻ പേടിക്കുന്നില്ല, നിത്യതയിൽ കൗണ്ട് ചെയ്യാത്ത സക്സസുകൾ ഞാൻ പേടിക്കുന്നു. തൻ്റെ ഭാര്യ സഹോദരി 12 വർഷം മാനസിക വിഭ്രാന്തിയുള്ളവളായി കാണപ്പെട്ടു. വില്യം കേറി പറയുന്നത് I am not afraid of failure. 5 വയസ്സുള്ള മകൻ മരണപ്പെട്ടു. വില്യം കേറി പറയുന്നത് I am not afraid of failure. തന്റെ അടുത്ത മകൻ ലിവർ ഡിസീസ് കൊണ്ട് മരണപ്പെട്ടു. വില്യം കേറി പറയുന്നത് I am not afraid of failure. 12 വർഷം താൻ അധ്വാനിച്ച പേപ്പർ, ഡിക്ഷണറീസ്, ബൈബിൾ ട്രാൻസ്ലേഷൻസ് കത്തി നശിച്ചു. താൻ പറയുന്നത് I am not afraid of failure. I am afraid of success that don't matter in eternity. എനിക്ക് നിങ്ങളോട് അറിയിപ്പാനായി എൻ്റെ ഉള്ളിൽ തിടുക്കമുള്ളത് ഇതാണ്: നമ്മൾ വിലപിടിപ്പുള്ളതേതാ, വില കുറഞ്ഞതേതാ എന്ന് തിരിച്ചറിയുവാൻ വേണ്ടി കർത്താവ് നമ്മളെ ഇന്ന് പകൽ വചനത്തിന്റെ അരികിലേക്ക് ക്ഷണിക്കുന്നു. നമ്മൾ പലപ്പോഴും കൺസേൺഡ് ആയിരിക്കുന്നത് സക്സീഡിങ് അറ്റ് തിങ്സ് ദാറ്റ് ഡോണ്ട് മാറ്റർ ഇറ്റേണലി. ആ ദിവസം, ന്യായവിധി ദിവസം, ദൈവരാജ്യത്തിൽ കൗണ്ട് ചെയ്യാത്ത കാര്യങ്ങളിൽ വി ആർ സോ കൺസേൺഡ്. പക്ഷെ ആ ദിവസം ഒരിക്കൽ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്തവാ ഖനമുള്ളത് എന്ന് തിരിച്ചറിയുവാൻ കർത്താവ് നമ്മുടെ കണ്ണുകളെ ഇന്ന് പകൽ പ്രകാശിപ്പിക്കട്ടെ. ഇന്നലെ രാത്രി ചിന്ത തുടങ്ങിയ വാക്യങ്ങൾ ഒരു പ്രാവശ്യം കൂടെ വായിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായം 21, 22, 23 വാക്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത്. അതിനകത്തെ 22-ാമത്തെ വാക്യം ഒരു പ്രാവശ്യം കൂടെ ഈ നിമിഷം ഞാൻ വായിക്കുന്നു. കർത്താവേ, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികളെയും പ്രവർത്തിച്ചു ചെയ്തുവല്ലോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. എന്നാൽ യേശു പറയുന്നത് യു സക്സീഡഡ് ഇൻ സോ മെനി തിങ്സ് ബട്ട് ദാറ്റ് ഡേ, അന്നാളിൽ അവരോട് പറയാൻ പോകുന്നത് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ എന്ന് തീർത്ത് പറയും. ഈ വാക്കുകളിൽ നമ്മൾ പഠിച്ചു വരുന്നത് ഇവിടെ ശുശ്രൂഷകന്മാരെ കുറിച്ചും ആധുനിക കാലഘട്ടത്തിലുള്ള ആത്മീക ലോകത്തെയും വിവേചിച്ചുകൊണ്ടാണ് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള ആൾക്കാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ 3 കാര്യങ്ങൾ അവർ കർത്താവിനോട് പറയുന്നു. കർത്താവേ, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ ഞങ്ങൾ വളരെ വീര്യപ്രവൃത്തി ചെയ്തു. ഈ കൂട്ടരുടെ മനസ്സിലിരിക്കുന്നത് ലോർഡ്, ഡോണ്ട് യു സീ വി ആർ ലൈക്ക് യു, ഞങ്ങൾ അങ്ങേ പോലെയാണ്. യേശു രോഗികളെ സൗഖ്യമാക്കി, ഞങ്ങളും രോഗികളെ സൗഖ്യമാക്കുന്നു. യേശു ഭൂതങ്ങളെ പുറത്താക്കി, ഞങ്ങളും ഭൂതങ്ങളെ പുറത്താക്കുന്നു. യേശു പ്രവചിച്ചു, ഞങ്ങളും പ്രവചിച്ചു. വി ആർ ലൈക്ക് യു. പക്ഷെ ദൈവത്തിന് പറയാനുള്ളത്, അവരുടെ കൺഫെഷൻ എന്ന് പറയുന്നത് വി ആർ ലൈക്ക് യു. പക്ഷെ യേശുവിന്റെ കൺഫെഷൻ ഐ ഡോണ്ട് നോ യു. ഇവിടെ പറ്റുന്നത് ഗിഫ്റ്റ്സ് are mistaken and put in place of fruits which Jesus expects of us. വരങ്ങളെ ഫലങ്ങളായി തെറ്റിദ്ധരിച്ച ശുശ്രൂഷകന്മാർ. കർത്താവ് നോക്കുന്നത് വരങ്ങളല്ല, ഫലങ്ങളാണ് ആ ദിവസം കൗണ്ട് ചെയ്യുന്നത്. എത്ര രാജ്യങ്ങളിൽ പോയി,
എത്ര സ്റ്റേജുകളിൽ നിന്നു, എത്ര പ്രാവശ്യം എന്തൊക്കെ ചെയ്തു. അക്കംപ്ലിഷ്മെന്റ്സ് അല്ല, സ്വഭാവ രൂപീകരണം എന്ന ഫലമാണ് ആ ദിവസം കൗണ്ട് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രവചനത്തിനും രോഗസൗഖ്യത്തിനും ഭൂതശാന്തിക്കുമുള്ള 3 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. പ്രവചനമുണ്ടായിരുന്നു, പക്ഷേ മാനസാന്തരമില്ലായിരുന്നു. ഭൂതശാന്തി ഉണ്ടായിരുന്നു, ആ ഭൂതം പോയിടത്ത് വചനം കൊണ്ട് നിറച്ചില്ല. അത്ഭുത വീര്യപ്രവർത്തികൾ ഉണ്ടായിരുന്നു, ശിഷ്യത്വം ഇല്ല. ഈ കൂട്ടരെ തള്ളിപ്പറയാനായി യേശുവിന്റെ വാക്കുകൾക്ക് ഒരു മൃദുലതയും ഇല്ലല്ലോ, യേശുവിന്റെ വാക്കുകൾക്ക് ഒരു കോംപ്രമൈസും ഇല്ലല്ലോ. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നാ പ്രവാചകന്മാരെ വിളിച്ചത്. എന്നെ വിട്ടുപോ, എവേ ഫ്രം മീ എന്നല്ലേ നമ്മൾ അവിടെ കാണുന്നത്. ഇങ്ങനെയൊക്കെ പറ്റാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നവർക്ക് സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ ഈ പ്രഭാതത്തിൽ ചുരുക്കം ചില നിമിഷങ്ങളിൽ ഇവിടെയും ഓൺലൈനിലും ഉള്ളവരോട് എനിക്ക് പറയുവാനായി നിയോഗവും തിടുക്കവും ഉള്ളത്. Would God look at me or us and say, I don't know you? ഞാൻ ന്യൂ ലൈഫിലായിരുന്നു, I don't know you. ഞാൻ പാടിയായിരുന്നു, I never knew you. ഞാൻ പ്രസംഗിച്ചായിരുന്നു, away from me. ഈ ഡേഞ്ചർ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും, എനിക്കോ നിങ്ങൾക്കോ ഉണ്ടാകാതിരിപ്പാനായി കർത്താവ് ഇന്നത്തെ ദിവസം വചനത്താൽ ഒരു പ്രാവശ്യം കൂടെ നമ്മളെ ശുദ്ധീകരിക്കട്ടെ. അത് ഉള്ളിൽ ഒരു ആഗ്രഹമുള്ളവർ മാത്രം ഒന്ന് സ്തോത്രം ചെയ്യാമോ? കർത്താവേ, എന്നെ ശുദ്ധീകരിക്കണമേ, ആ ദിവസത്തിനായി എന്നെ ഒരുക്കണമേ. അത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ നിയോഗം നമ്മൾ മനസ്സിലാക്കണം. ആ നിയോഗം ദൈവം വെളിപ്പെടുത്തുന്നത് 5:13-14 വാക്യങ്ങളിലാണ്. ഈ വലിയ സർപ്രൈസ് ഉണ്ടാകാതിരിക്കാൻ, ആ ദിവസം എനിക്ക് നിന്നെ അറിയത്തില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്, എന്തിന് ദൈവം എന്നെ വേർതിരിച്ചു, എന്തിനെന്നെ തെരഞ്ഞെടുത്തു, വീണ്ടെടുത്തു, തന്റെ രക്തത്താൽ കഴുകി വിശുദ്ധന്മാരുടെ ഇടയിൽ കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയാ? എല്ലാ സൺഡേയും വന്നിരുന്നിട്ട് പോകാനാണോ? കോട്ടേജ് മീറ്റിംഗ് ഉണ്ട്, ബൈബിൾ സ്റ്റഡി ഉണ്ട്, പ്രഭാത പ്രാർത്ഥനയുണ്ട്, ഐ അറ്റൻഡ് എവറിത്തിങ് ആൻഡ് ഗോ ബാക്ക്. അതോ ദൈവത്തിന് എന്നെ കൊണ്ട് ഒരു ഉദ്ദേശം, ഒരു ദൗത്യം, ഒരു കമ്മീഷൻ, ഒരു ഓർഡിനേഷൻ എന്നെ കുറിച്ചുണ്ടോ? ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ 5:13 വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. അടുത്ത വാക്ക് ശ്രദ്ധിക്കണമേ, ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെന്തൊന്നുകൊണ്ട് രസം വരുത്താം. അടുത്ത വാക്ക് 7:23 ധ്വനിയാണ്. ആ കാരമില്ലാതെ പോയ ഉപ്പിനെ പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളത്തില്ല. 7:23 എന്താ? പുറത്തു പോണം. away from me you evil doers. അധർമ്മം പ്രവർത്തിക്കുന്നവരെ, എന്നെ വിട്ടുപോകുവീൻ. അതേ വാക്കല്ലേ 5:13. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെ കൂടെ നിർത്താൻ കൊള്ളത്തില്ല, പുറത്ത് കളഞ്ഞ് ചവിട്ടാനല്ലാതെ അതിനെ പിന്നെ കൊള്ളത്തില്ല. ഉപ്പായി തീരാൻ ന്യൂ ലൈഫ് അസംബ്ലി ഓഫ് ഗോഡ് സഭയിലെ എല്ലാ അംഗങ്ങളെയും ശുശ്രൂഷകന്മാരെയും ദൈവം വിളിച്ചിരിക്കുകയാണ്. അതിൽ കുറഞ്ഞതൊന്ന് വലിയ സർപ്രൈസ് ആയിരിക്കും അന്ന് കേൾക്കാൻ പോകുന്നത്. ഐ നെവർ ന്യൂ യു. കാരമില്ലാത്ത ഉപ്പേ പുറത്തു പോവുക. ഉപ്പായി തീരുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അതാ നമ്മൾ ഒരുമിച്ച് മനസ്സിലാക്കാൻ പോകുന്നത്. പ്ലിനി എന്ന റോമൻ പ്രസിദ്ധനായ ഒരു ഓഥറുണ്ട്, ഒരു എഴുത്തുകാരനുണ്ട്, പ്ലിനി. ഇദ്ദേഹം ഉപ്പിനെ കുറിച്ച് പറഞ്ഞ പ്രസിദ്ധമായ ഒരു വാക്കുണ്ട്, there is nothing more useful than salt and sunshine. ഉപ്പിനെക്കാട്ടിൽ, സൂര്യപ്രകാശത്തെക്കാട്ടിൽ വിലപിടിപ്പുള്ള വേറെ ഒന്നും ലോകത്തിലില്ല എന്ന് പ്ലിനി എന്ന റോമൻ എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നു. യേശു നിങ്ങൾ ഉപ്പാണെന്ന് പറഞ്ഞപ്പോ അന്നത്തെ പശ്ചാത്തലം ഓർക്കണം. ഉപ്പെന്ന് പറയുന്ന ആ കെമിക്കൽ, ആ കമോഡിറ്റി ഏറ്റവും വിലപിടിപ്പുള്ള, നിർണായകമായി, ഉപ്പില്ലാതെ ജീവിക്കാൻ ഒക്കത്തില്ല. സൺഷൈൻ ഇല്ലാതെ ജീവിക്കാൻ ഒക്കാത്തതുപോലെ ഉപ്പില്ലാതെ ജീവിക്കാൻ ഒക്കത്തില്ല.
ഭാരതത്തിൽ ജീവിക്കുന്നവർക്ക് 1930 എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി സ്റ്റുഡൻസിന് പെട്ടെന്ന് റിങ് ചെയ്യുമല്ലോ. സോൾട്ട് സത്യാഗ്രഹ, മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സോൾട്ട് നമുക്കെടുക്കാൻ ഒക്കത്തില്ല, വിൽക്കുന്നവരിൽ നിന്നും വാങ്ങണമെന്നുള്ള ആ അവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് ഉപ്പ് സത്യാഗ്രഹം നടന്നില്ലേ? ഉപ്പ് വിലപിടിപ്പുള്ളതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നെപ്പോളിയന്റെ കാലഘട്ടത്തിൽ ഫ്രാൻസിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സോൾട്ട് ടാക്സ് എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമാണ്. എല്ലാ വീട്ടിൽ നിന്നും ഉപ്പാണ് ടാക്സ് ആയിട്ട് മാറ്റേണ്ടത്. നെപ്പോളിയൻ പറഞ്ഞു, നോ മണി, നോ കറൻസി, സോൾട്ട്, സെപ്പറേറ്റ് സോൾട്ട്. റോമൻ പടയാളികൾക്ക് പലപ്പോഴും വേതനം നൽകിയിരുന്നത് റോമൻ കോയിൻസ് അല്ല, ഉപ്പ. ഒരു പ്രസിദ്ധമായ സേവനം ചെയ്യുമ്പോ കമാൻഡർ വിളിച്ചു പറയും, ഇന്നാ പിടിച്ചോ നിന്റെ പ്രതിഫലം, ഉപ്പ്. അവൻ ഉപ്പും കൊണ്ടാ തിരിച്ചു പോയി പറയുന്നത്, ഓ ഗോഡ് റിവാർഡഡ്, എനിക്ക് എന്റെ കമാൻഡർ റിവാർഡ് കിട്ടി. ഉപ്പ് വളരെ പ്രാധാന്യമുള്ളതാണ്. എന്നാൽ ഇവിടെ പറയുന്ന ഒരു കാര്യം, ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്ന് പറഞ്ഞാൽ സയന്റിഫിക്കലി ഇമ്പോസിബിൾ ആണിത്. ഇത് ഒരിക്കലും സംഭവിക്കത്തില്ല. ഉപ്പെന്ന സോഡിയം ക്ലോറൈഡ് കാരമില്ലാതെ പോകുമെന്നോ? നമ്മുടെ പലരുടെയും ഡൈനിങ് ടേബിളിന്റെ നടുക്കില്ലേ ഒരു ബോക്സ്, 2 എണ്ണം കാണും, പെപ്പറും സോൾട്ടും. നിങ്ങളിൽ എപ്പോഴെങ്കിലും ആരെങ്കിലും ഉപ്പെടുത്തിട്ട് പറഞ്ഞിട്ടുണ്ടോ ഈ ഉപ്പിനൊരു ടേസ്റ്റ് ഇല്ല? ആട്ട ചിലപ്പോ വായിക്കുമ്പോ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അടുത്ത പ്രാവശ്യം ലൂസ് ആട്ട വാങ്ങിക്കരുതേ, ആശീർവാദ് തന്നെ വാങ്ങിക്കണം. അരി വാങ്ങിച്ചപ്പം പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഈ അരി മോശമാ, അടുത്ത പ്രാവശ്യം പവിഴം തന്നെ വാങ്ങിക്കണം. ഉപ്പെടുത്തിട്ട് പറഞ്ഞിട്ടുണ്ടോ ഈ ഉപ്പ് ഒരു ടേസ്റ്റ് ഇല്ലല്ലോ? പറഞ്ഞിട്ടില്ല. ഉപ്പ് എങ്ങനെ അഴുക്കാകും? ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്ന് പറഞ്ഞാൽ ഉപ്പ് എങ്ങനെ ടേസ്റ്റ്ലെസ് ആകും? ഇത് പഠിക്കുമ്പോ ഒറ്റ അവസ്ഥയിലെ ഉപ്പ് കാരമില്ലാത്തതായി മാറത്തുള്ളൂ. എപ്പോഴാണെന്നറിയാമോ? ശ്രദ്ധിച്ചു കേൾക്കണമേ. ഉപ്പിന്റെ ഉപയോഗം നഷ്ടപ്പെടുത്താൻ ഒറ്റ കാര്യത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. when it is mixed with impurity, it is of no use. ഉപ്പ് മലിനതകളിൽ നിറഞ്ഞാൽ, 1-ാം നൂറ്റാണ്ടിൽ ഡെഡ് സീയിൽ നിന്നും മറ്റും എടുക്കുന്ന ഈ ഉപ്പ്, അത് വേണ്ടും വണ്ണം റിഫൈൻ ചെയ്യാതിരുന്നാൽ, അതിനകത്ത് ഇമ്പ്യൂരിറ്റി കയറിയാൽ ആൾക്കാർ പറയും ഇതിന് കാരമില്ല, ഇതിനെ വെളിയിലിട്ട് ചവിട്ടാനല്ലാതെ ഇതിനെ ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. ദൈവത്താൽ ലോകത്തിൽ നിന്നും തെരഞ്ഞെടുത്ത വാത്സല്യ സഹോദരന്മാരെ, ദൈവം ഒരു കാര്യം നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിതാണ്, ലോകത്താൽ സ്വാധീനപ്പെടാതെ, ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്ക് കീഴ്പ്പെടാതെ, ലോകത്തിന്റെ ആത്മാവ് കയറി പിടിക്കാതെ, വിശുദ്ധമായ ജീവിതത്തിന് വേണ്ടി, ആത്മനിറവിൻ ജീവിതത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിനാൽ റിഫൈൻഡ് ആയ ഒരു കൂട്ടത്തെ ദൈവം അന്വേഷിക്കുന്നു. ആ ഉപ്പിനോടാ അന്ന് പറയുന്നത്, വെൽ ഡൺ, നിനക്ക് ഇംപ്യൂരിറ്റി ഇല്ല, യു വെർ പ്യോർ ഇൻ യുവർ മോട്ടീവ്സ്. നിന്റെ ലക്ഷ്യങ്ങളിൽ നിനക്ക് പ്യൂരിറ്റി ഉണ്ടായിരുന്നു, നിന്റെ വചന ശുശ്രൂഷയിൽ നിനക്ക് മായമില്ലായിരുന്നു, നിന്റെ ജീവിതത്തിന് നിനക്ക് മായമില്ലായിരുന്നു, നിന്റെ ഫാമിലി ലൈഫിൽ നീ ഒന്നും മറച്ചു വെച്ചില്ല. യു ആർ പ്യോർ. എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുക. പ്രിയ ദൈവമക്കളെ, ഈ ഇംപ്യൂരിറ്റി കയറുക എന്ന് പറഞ്ഞാൽ, ലോകം കയറുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ എന്ന് ചിന്തിക്കണം. ഈ പശ്ചാത്തലത്തിൽ യേശുവിന്റെ പ്രസംഗത്തോടുള്ള ബന്ധത്തിൽ ഉപ്പ് കാരമില്ലാതെ പോയാൽ, ഇത് പറയുന്നതിന്റെ പശ്ചാത്തലം തൊട്ടു മുമ്പ് ഉള്ള വാക്യം 11-12 വാക്യങ്ങളിൽ പറയുന്നത് ദൈവവചന ശുശ്രൂഷയും പ്രവചന ശബ്ദവും അതിനെക്കുറിച്ചാണ് പറയുന്നത്. 5-11-12 വാക്യങ്ങൾ ശ്രദ്ധിക്കണം. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കയും, ഇംപ്യൂരിറ്റി കയറിയാൽ, ലോകവും ദൈവം കൂടെ മിക്സായാൽ പിന്നെ പഴി കേൾക്കേണ്ട വരത്തില്ല. ലോകക്കാരന് തോന്നും ഇത് നമ്മുടെ ആളാ. ദൈവികത ഇല്ലാത്ത എന്നാ ദൈവമുണ്ടെന്ന് കാണിക്കുന്നവന് തോന്നും ഇത് നമ്മുടേതാ. ആരിൽ നിന്നും പഴി കേൾക്കാൻ ഇടവരുത്തത്തില്ല. മിക്സ്ഡ് ആൾക്കാർക്ക് ഒരിക്കലും 5-11 ജീവിതത്തിൽ വരത്തില്ല. 5-11 ഒന്നുകൂടെ ഞാൻ വായിക്കുന്നു. എന്റെ നിമിത്തം
ലോകത്തിൽ നിങ്ങൾ വ്യത്യസ്തരായതുകൊണ്ട്, ലോകത്തിന്റെ ആത്മാവിന് കീഴ്പ്പെടാതെ ജീവിക്കുന്നത് കൊണ്ട് എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഇംപ്യൂരിറ്റി ഇല്ലാത്തൊരു ജീവിതത്തെ പിശാച് പേടിക്കുന്നത് വെള്ള ഷർട്ടല്ല. പിശാച് പേടിക്കുന്നത് നമ്മുടെ പാട്ടിനെയോ ഇവിടെ വന്നിരിക്കുന്നതിനെയോ അല്ല. പിശാച് ഈ ലോകത്തിൽ പേടിക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ, ഇംപ്യൂരിറ്റി ഇല്ലാതെ ജീവിക്കുന്ന ഭക്തനെ, വചന ശുശ്രൂഷക്കാരനെ, പ്രാർത്ഥനക്കാരിയെ പിശാച് പേടിക്കുന്നു. 12-ാമത്തെ വാക്യത്തിൽ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. ഉപ്പിന്റെ കോണ്ടെക്സ്റ്റ് എന്തുവാ? ഉപദ്രവം. ഉപ്പിന് ഇംപ്യൂരിറ്റി വന്നാൽ എന്തോ ഇല്ല, ഉപദ്രവമില്ല. തിന്മയും കളവായി പറയൊന്നുമില്ല. ഈസി ലൈഫാണ്. അടുത്ത വാക്കല്ലേ ഈ ഉപദ്രവം പറഞ്ഞിട്ട് അടുത്ത വാക്ക, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉപ്പിനെ കുറിച്ചുള്ള പൊതുവായ 2 ഉപയോഗങ്ങൾ നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഒന്ന്, ഒരു ഫ്ലേവറിങ് ഏജന്റ് ആണ്. സാമ്പാർ കൊണ്ട് ടേബിളെ വെച്ച് കഴിയുമ്പോൾ ആദ്യത്തെ തൊട്ട് അനുഭവത്തിന് നമ്മൾ പറയും ഉപ്പ് ഉപ്പിങ്ങെടുത്തോണ്ട് വന്നേ, ഫ്ലേവറിങ് എല്ലാവർക്കും അറിയാം. രണ്ടാമത് പ്രിസർവേഷൻ. ഇന്നിപ്പോ നമുക്ക് LGയും വേൾപൂളും ഹെയറും അതും ഇതും എല്ലാം ഫ്രിഡ്ജ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഉപ്പിന്റെ പ്രയോഗം. അന്നത്തെ കാലത്ത് പ്രിസർവേഷൻ, വല്ല മീറ്റോ മാംസങ്ങളോ എല്ലാം പ്രിസർവ് ചെയ്യുന്നത് ഉപ്പാണ്. ആ കാലത്ത് യേശു നിങ്ങൾ ലോകത്തിന്റെ ഉപ്പെന്ന് പറഞ്ഞപ്പോ കേട്ടവരിൽ 2 കാര്യങ്ങൾ ആദ്യമേ വന്നു കാണും. സമൂഹത്തിലെ തിന്മ, ദുരാചാരങ്ങൾ, മ്ലേച്ഛത, എല്ലാ അശ്ലീല പ്രവർത്തികൾ. ഞാൻ ഉപ്പെന്ന് പറഞ്ഞാൽ എന്റെ സാന്നിധ്യം കൊണ്ട് ഞാൻ താമസിക്കുന്ന വില്ലേജിൽ, ഞാൻ താമസിക്കുന്ന പട്ടണത്തിൽ ദൈവത്തിന്റെ ഒരു സ്വാധീനം എന്നിലൂടെ വരണം. ഒരു ഫ്ലേവറിംഗ് ആയും പ്രിസർവേഷൻ ആയിട്ടും വരണം എന്നുള്ളത് ഉള്ളതാ. എന്നാൽ 3-ാമത്തെ ഒരു ഉപയോഗമുണ്ട്. അതാണ് ഇവിടെ വാസ്തവത്തിൽ യേശുവിന്റെ ആ കോണ്ടെക്സ്റ്റ് വെച്ച് നോക്കുമ്പോൾ കുറെ കൂടെ സാധ്യത. അതെന്തെന്ന് ചോദിച്ചാൽ ശ്രദ്ധിച്ചു നോക്കിയ ഇങ്ങനെ അതിനെക്കുറിച്ച് പറയുന്നത്, സോൾട്ട് ദാറ്റ് പ്യൂരിഫൈസ്. പ്രിസർവേഷൻ മാത്രമല്ല, ഫ്ലേവറിംഗ് മാത്രമല്ല, ശുദ്ധി ചെയ്യുന്ന ഉപ്പ്. പഴയ നിയമത്തിൽ പലയിടങ്ങളിൽ കാണാം. ഞാൻ ചില വാക്യങ്ങൾ മാത്രം വായിക്കാം. പുറപ്പാട് പുസ്തകം 30-35 വാക്യത്തിൽ ഇങ്ങനെയാ അവിടെ പറയുന്നത്. ഉപ്പിന്റെ പ്രയോഗം മനസ്സിലാക്കണമേ. നിങ്ങൾ ലോകത്തിന്റെ ഉപ്പെന്ന് പറയുമ്പോ എന്തുകൊണ്ടാ ഈ വലിയ ശുശ്രൂഷകര് കേട്ടത്? ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. ഒരു സ്വഭാവം അവർക്ക് നഷ്ടപ്പെട്ടു. ഏത് സ്വഭാവമാണത്? പുറപ്പാട് 30-35 ഇങ്ങനെയാ പറയുന്നത്, അതിൽ ഉപ്പും ചേർത്ത് തൈലക്കാരന്റെ വിദ്യപ്രകാരം, അടുത്ത വാക്കെന്താ? വിദ്യപ്രകാരം നിർമ്മലവും വിശുദ്ധവുമായ ധൂപവർഗമാക്കണം. സോൾട്ട് വാസ് പാർട്ട് ഓഫ് സാക്രിഫൈസസ്. യാഗങ്ങളുടെ ഭാഗമായിരുന്നു ഉപ്പ്. കാരണം ഉപ്പിനൊരു സവിശേഷതയുണ്ട്. അത് പ്രിസർവേഷൻ മാത്രമല്ല, രുചി കൂട്ടുന്ന മാത്രമല്ല, ഇത് ശുദ്ധീകരിക്കുന്നതാണ്. അത് വിശുദ്ധവും നിർമ്മലവുമാക്കുന്നതാണ്. 2 രാജാക്കന്മാർ 2:19 നിങ്ങൾക്ക് ഇങ്ങനെ വായിക്കാൻ സാധിക്കും. അനന്തരം ആ പട്ടണക്കാർ എലീശയോട്, ഈ പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരമായതെന്ന് യജമാനൻ കാണുന്നുവല്ലോ, എന്നാൽ വെള്ളം ചീത്തയും ദേശം ഗർഭനാശകവും ആകുന്നുവെന്ന് പറഞ്ഞു. 20-ാം വാക്യം, അതിനവൻ ഒരു പുതിയ തളിക കൊണ്ടുവന്ന് അതിൽ എന്തോ ഇടണം, അതിൽ ഉപ്പിടുവീൻ എന്ന് പറഞ്ഞു. അവർ അതവന്റെ അടുക്കൽ കൊണ്ടുവന്നു. യെഹെസ്കേൽ 16:4 ഉപ്പ് ശുദ്ധീകരിക്കുന്നതാണ്. കാലിലൊരു മുറിവായാലേ ഡൈനിങ് ടേബിളിന്റെ മേളിൽ സ്വാദ് കൊണ്ടുവന്ന ഉപ്പ്, അതേ ഉപ്പി വ്രണത്തിൽ വെച്ച് കഴുകിയാൽ നല്ല ജീവൻ എടുത്ത് ചാടും. ഉപ്പെന്ന് പറയുന്നത്, ശിഷ്യരെന്ന് പറയുന്നത്
സ്വാദ് കൂട്ടി എല്ലാരും മുഖസ്തുതി പറയുന്ന ഒരു വ്യക്തി മാത്രമല്ല, നല്ല മോനാണ്, നല്ല ശുശ്രൂഷയാണ്, നല്ല അല്ല, വ്രണങ്ങൾ, മൂല്യച്യുതികൾ, പുഴുക്കുത്തുകൾ, ദൈവത്തിന് ചേരാത്തത് കാണുമ്പോ ഉപ്പിന്റെ ഒരു സ്വഭാവം വരും. അതേതാ ഉപ്പിന്റെ സ്വഭാവം? ഇത് ശുദ്ധീകരിക്കുന്ന ഉപ്പാണ്. വ്യർത്ഥ വാക്ക് പറയുന്നതല്ല ഉപ്പ്. ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ തിന്മ എന്താണെന്നറിയാമോ? വി ഡോണ്ട് സ്പീക്ക് ദ ട്രൂത്ത്. ഒരാളെ കുറിച്ച് എല്ലാം അറിയായിരിക്കും, ആള് ശരിയല്ല, ആള് ലൗകികമായി മുഴുകി ജീവിക്കുന്ന ആളാണ്, പക്ഷെ കാണുമ്പോൾ പറയും, മോനെ നല്ലായിട്ടിരിക്കുന്നല്ലോടാ നീ, അല്ല എങ്ങനെയുണ്ട് മോന്റെ ജോലി എങ്ങനെയുണ്ട്? ഉപ്പല്ല. ഉപ്പിന്റെ സ്വഭാവം വെളിയിലെടുത്താൽ ഇവനോട് സത്യം പറയേണ്ടി വരും. ഇവനോട് സത്യം പറയേണ്ടി വരുന്നത്, മോനെ നീ വചനം ധ്യാനിക്കുന്നില്ലല്ലോടാ ഈ ദിവസങ്ങളിൽ. മാതാപിതാക്കളും നമ്മൾ പലപ്പോഴും പിള്ളേരോട് പറയുന്നത്, നല്ല എൻ്റെ മോൻ ഇങ്ങനെയാണ്, എൻ്റെ മോനിൽ നല്ല വശമേ ഉള്ളൂ. എപ്പോ നമ്മൾ ഉപ്പിന്റെ സ്വഭാവം വെളിയിലെടുക്കും? ഉപ്പെന്ന് പറഞ്ഞാൽ ഇത് ശുദ്ധി ചെയ്യുന്നതാ. ഇത് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത സത്യങ്ങൾ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു സ്വഭാവമാണിത്. ഈ ഉപ്പ് ആരിലുണ്ടായിരുന്നു? യേശുവിൽ. യേശുവിന്റെ അടുക്കൽ ആൾക്കാർ കൂടി വന്നപ്പോ ഉപ്പിന്റെ സ്വഭാവം വന്നു. യേശു രോഗികളെ സൗഖ്യമാക്കുക മാത്രമല്ല ചെയ്തത്, യേശു ഭൂതങ്ങളെ പുറത്താക്കുക മാത്രമല്ല ചെയ്തത്, യേശു വീര്യപ്രവർത്തികൾ കാണിക്കുക മാത്രമല്ല ചെയ്തത്, യേശു കേൾക്കാൻ ഇഷ്ടമല്ലാത്ത സത്യങ്ങൾ പറഞ്ഞു. ഏത് സത്യം പറഞ്ഞു? നിങ്ങൾ വെള്ള തേച്ച ശവക്കല്ലറകളാ. ഉപ്പിന്റെ സ്വഭാവം എന്ന് പറയുന്നത്, ഉപ്പിന് ഒരിക്കലും ആ സ്വഭാവം ത്യജിക്കാൻ കഴിയത്തില്ല. ഇത് സത്യം പറയാനായി വേർതിരിക്കപ്പെട്ട ഉപ്പാണ്. നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? ഈ ദേശങ്ങളിൽ, തിരുവല്ലയിലും പത്തനംതിട്ടയിലും കോട്ടയത്തും കുമ്പനാടും ഓതറയിലും ചെങ്ങന്നൂരും ഈ ചുറ്റുവട്ടങ്ങളിലുള്ള വെണ്ണിക്കുളത്തും എല്ലാം നമ്മളെ ദൈവം വേർതിരിക്കുന്നതിന് പിമ്പിൽ ഉള്ള ഒരു കാര്യം, ഇവിടെ വേർപെട്ട ആരാധനകൾ കുറവായിട്ടല്ല, ഇവിടെ ദൈവമക്കളുടെ എണ്ണം കുറവായിട്ടോ കൺവെൻഷൻ കുറവായിട്ടോ അല്ല. മനുഷ്യർക്ക് കേൾക്കാൻ ഇഷ്ടമല്ല എങ്കിലും നിത്യതയിൽ അവനെ കൊണ്ടെത്തിക്കുന്ന ചില സത്യങ്ങൾ പ്രവചന ദൂതിൽ വിളിച്ചു പറയാനാണ് ഇവിടെ ഇരിക്കുന്ന നമ്മളെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത്. The day we become popular and acceptable to everyone, that is the day we lost that saltiness. ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്നെ ഇഷ്ടമാ, എന്റെ പ്രസംഗം എല്ലാവർക്കും ഇഷ്ടമാ, എന്നെ എല്ലാവരും, ലോകമനുഷ്യനും നല്ല, ലോകമനുഷ്യനാൽ വെറുക്കപ്പെടുന്ന ഒരു ഉപ്പിന്റെ സ്വഭാവത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ വാക്യങ്ങൾ ധ്യാനിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വചന ശുശ്രൂഷകൻ എന്ന നിലയിൽ വരുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഇന്നത്തെ കാലഘട്ടത്തിലുള്ള പ്രതിസന്ധികൾ, ഉപദ്രവങ്ങൾ എല്ലായ്പ്പോഴും ഫിസിക്കൽ ആകണമെന്നില്ല. ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലെ കമന്റ്സ് ആയിരിക്കാം. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്തത്, നമ്മൾ ഒരിക്കലും നനയ്ക്കാത്തത്, സകല തിന്മയും പറയുമ്പോ, കളവ് എഴുതിവിടുമ്പോ, പരിഹാസമായി എഴുതിവിടുമ്പോ അതിനെക്കുറിച്ച് കൺസേൺഡ് ആകാതെ ഒന്നിനെ കുറിച്ച് കൺസേൺഡ് ആകുക. എന്തിനെ കുറിച്ചാണെന്നറിയാമോ? ദൈവമേ, എന്റെ പ്രസംഗങ്ങൾ ആ ദിവസം കാരമില്ലാത്തതായി വെളിയിലിട്ട് ചവിട്ടാൻ ഇടവരുതാതെ നിത്യതയോളം നിലനിൽക്കുന്ന പ്രസംഗങ്ങളാൽ എന്റെ അധരങ്ങളെ നിറയ്ക്കണമേ. ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്ന് പറഞ്ഞാൽ, പ്രസംഗത്തിൽ മാനസാന്തരമില്ല എങ്കിൽ ആ ഉപ്പിന് കാരമില്ല, അത് മിക്സ്ഡ് ആയിട്ടുള്ള ഉപ്പാണ്. രോഗസൗഖ്യത്തിലൂടെ ശിഷ്യത്വത്തിലേക്ക് നയിക്കപ്പെടുന്നില്ല എങ്കിൽ ആ ഉപ്പിന് കാരമില്ല. അപ്പോ 7-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങളിലെ ആ 3 ശുശ്രൂഷയ്ക്ക് എന്തോ ഇല്ല, കാരമില്ല. കണ്ടാൽ എന്തുവാ? ഉപ്പ. പ്രവചനമുണ്ട്, രോഗസൗഖ്യമുണ്ട്, വീര്യപ്രവൃത്തിയുണ്ട്. കാരമില്ല എന്ന് പറഞ്ഞാൽ അതിന് ശുദ്ധീകരണത്തിന്റെ സ്വഭാവമില്ല.
അതിനെ കാണുമ്പോ ഒരു ഭയങ്കരമാണല്ലോ, അനോയിന്റഡ് ആണല്ലോ. ഇഫ് ഗോഡ് വാസ് നോട്ട് വിത്ത് ഹിം then how is this miracles possible? ഇത് മനുഷ്യൻ പറയുമ്പോ ദൈവം പറയുന്നു, that day what counts is not how many people you have healed, how many demon possessed people were delivered. That day what counts is by your message how many people have changed their way of thinking and looked at eternity. വാസ്തവത്തിൽ അവരുടെ ആ ലിസ്റ്റ് നോക്കുമ്പോ അതിനകത്ത് ഇല്ലാത്തൊരു പ്രധാന കാര്യമുണ്ട്. ഏതാണെന്നറിയോ? നിന്റെ നാമത്തിൽ ഞങ്ങൾ വചനം ശുശ്രൂഷിച്ചു ഇല്ല, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി രോഗം സൗഖ്യമാക്കി, നിന്റെ നാമത്തിൽ ശുദ്ധീകരിക്കുന്ന വചനം ഞങ്ങൾ മനുഷ്യന്റെ മുഖത്ത് നോക്കാതെ ശുശ്രൂഷിച്ചെന്ന് പറഞ്ഞാൽ ഒരിക്കലും കേൾക്കേണ്ട വരത്തില്ല. Away from me, പുറത്തവനെ തള്ള് എന്ന് കേൾക്കേണ്ട വരില്ല. നിങ്ങൾ ചിലപ്പോൾ ഇരിക്കുന്നവർ ചിന്തിക്കും, അയ്യോ ഞങ്ങളാരും വചന ശുശ്രൂഷ ചെയ്യുന്നവരല്ലേ, ഞങ്ങൾ സാധാരണ മനുഷ്യരല്ലേ. വചനം ഇവിടെ ഉപ്പിന്റെ സ്വഭാവത്തോട് വിളിക്കപ്പെടുന്നതിന്റെ അനുഭവം വിശ്വാസികളുടെ ജീവിതത്തിൽ എല്ലാവരും വചനം പ്രസംഗിക്കുന്നില്ല എങ്കിലും ഈ ശുദ്ധി ചെയ്യുന്ന വചനത്താൽ അനുദിനം ശുദ്ധീകരണം പ്രാപിക്കുന്നോ എന്ന് നമ്മളെ തന്നെ ചോദന ചെയ്യണം. പ്രസംഗത്തിന് മാർക്കിടാതെ ഈ പ്രസംഗം ഇങ്ങനെ പറഞ്ഞ് പ്രസംഗത്തിലേക്ക് ആകർഷിക്കപ്പെടാതെ എന്നെ ശുദ്ധീകരിക്കണമേ എന്നുള്ള അനുഭവം വിശ്വാസിയിൽ വരുമ്പോൾ അത് ഉപ്പിന്റെ സ്വഭാവം ജീവിതത്തിലും നമ്മളിലൂടെ മറ്റുള്ളവരിലേക്കും അത് എത്തിച്ചേരും. അപ്പോ ഈ ശുശ്രൂഷകർക്ക് കാരമില്ലാത്ത ഉപ്പാണവർ. അവരെ പുറത്തിട്ടു. ഉപ്പ് കാരമില്ലാതെ പോയാൽ വെളിയിലിട്ട് ചവിട്ടാനേ ഒക്കത്തുള്ളൂ. അതാ 7:23 സംഭവിക്കുന്നത്. അപ്പൊ ഇവരെന്താ ചെയ്തത്? ഉപ്പിനെ പോലൊരു സാധനം ഇവരുടെ കയ്യിലുണ്ട്. അതിനെക്കുറിച്ച് പ്രവാചകനായ യെഹെസ്കേൽ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കണം. യെരമ്യാവും പറഞ്ഞു, യെഹെസ്കേലും പറഞ്ഞു. അത് വളരെ രസകരമാ, ശ്രദ്ധിക്കണമേ. കണ്ടാൽ ഉപ്പ് പോലെ തന്നെ ഇരിക്കും. യെഹെസ്കേൽ വിളിച്ചു പറഞ്ഞ ഇങ്ങനെയാ, 13-10 വാക്യത്തിൽ, സമാധാനം ഇല്ലാതെ ഇരിക്കെ. സമാധാനം ഇല്ലാതെ ഇരിക്കെ എന്ന് പറഞ്ഞാൽ രൂപാന്തരം ഇല്ലാതിരിക്കെ, ഹൃദയത്തിൽ അനുതാപം ഇല്ലാതിരിക്കെ, വിശുദ്ധിയുടെ അനുഭവം ഇല്ലാതെ ഇരിക്കെ. എസ്കേൽ പറയുക, പ്രവാചകൻ പറയുന്ന മുഴുവൻ എന്തുവാ? സമാധാനം ഇല്ലാതിരിക്കെ സമാധാനം എന്ന് പറഞ്ഞ് അവർ എൻ്റെ ജനത്തെ എന്തോ ചെയ്തു? ചതിച്ചു. ഉപ്പിന്റെ സ്വഭാവം ഒരു ശുശ്രൂഷകൻ ത്യജിച്ചാൽ അത് അധർമ്മ പ്രവൃത്തിയാ. കാരണം അത് ചതിക്കുകയാണ്. ചതിച്ച് അത് ചുവർ പണിതാൽ അവർ എന്തോ ചെയ്യും? കുമായം പൂശിക്കളയുന്നത് കൊണ്ടും അടന്നു വീഴും വണ്ണം. അപ്പൊ ഈ പ്രവചനവും രോഗസൗഖ്യവും ഭൂതശാന്തി നടത്തിയ 7:21 മുതലുള്ള ശുശ്രൂഷകന്റെ കയ്യിൽ ഒരു വെള്ള സാധനം ഇരിപ്പുണ്ട്. അത് ഉപ്പല്ല, അതെന്തുവാ? കുമായം. അത് പൂശുക. ഈ അത്ഭുതം കാണിച്ച് ചതിക്കും. ചതിച്ചിട്ട് ബാക്കി ചെയ്യുന്നത് കുമായം അടിക്കും. നോക്കിയേ, ചുവർ വീണിരിക്കുന്നു. 12-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ പൂശിയ കുമായം. യെഹെസ്കേലിലൂടെ ദൈവം ചോദിക്കുക, നിങ്ങൾ പൂശിയ കുമായം എവിടെ പോയി എന്ന് നിങ്ങളോട് പറയുകയില്ലയോ? എപ്പോഴാന്നറിയാമോ ഈ കുമായം താഴെ പോയത്? ഇപ്പോഴൊന്നും പോകത്തില്ല. ഇപ്പൊ ഉപ്പിന്റെ പോലെ കുമായം എല്ലാം വെള്ള ഇരിക്കും. 11-ാമത്തെ വാക്യത്തിലുണ്ട് എപ്പോഴാ ഇത് താഴെ പോകുന്നതെന്ന്. പെരുമഴ ചൊരിയും, ഞാൻ ആലിപ്പഴം പൊഴിച്ച് കൊടുങ്കാറ്റടിപ്പിക്കും. ആ ദിവസമേ അറിയത്തുള്ളൂ ഈ വെള്ള എന്തായിരുന്നെന്ന്. ഇത് കാരമില്ലാത്ത ഉപ്പാണോ അതോ ചുവറടിക്കാനുണ്ടായിരുന്ന കുമായമാണോ എന്ന് മനസ്സിലാകുന്നത് 2024 അല്ല, കർത്താവിന്റെ വരവിന്റെ സമയത്ത്. ആ ദിവസം മനസ്സിലാകും തേച്ചത് ഉപ്പാണോ അടിച്ചത് കുമായമാണോ എന്ന്. സർപ്രൈസ്ഡ് അല്ല കേട്ടോ. 7:25 അതേ വാക്കാണ്. യെഹെസ്കേൽ 13-10 വാക്യത്തിൽ അതേ വാക്കാണ് ഇവിടെ പറയുന്നത്. എന്ത് വാക്ക്? വൻമഴ ചൊരിഞ്ഞു,
നദികൾ പൊങ്ങി, കാറ്റടിച്ചു. നമ്മൾ സാറിന് ഈ പദങ്ങളെ എങ്ങനെയാ കാണുന്നത്? നല്ലൊരു പാട്ടുമുണ്ട്, വൻമഴ പെയ്തു, നദികൾ പൊങ്ങി, എൻ വീടിന്മേൽ ആഞ്ഞടിച്ചു. അതിനെ ജീവിത ശോധനയായി ചിന്തിക്കുന്നവരുണ്ട്. തെറ്റുണ്ടെന്ന് പറയണ്ട, പക്ഷെ അതിനേക്കാൾ അപ്പുറമാണ് കാര്യങ്ങൾ. ഇവിടെ പറയുന്ന വൻമഴ, ഇവിടെ പറയുന്ന കാറ്റ്, ഇവിടെ പറയുന്ന നദി പൊങ്ങുന്നത് ജീവിത ശോധനകളെ കുറിച്ച് മാത്രമല്ല. ഇവിടെ പറയുന്ന വൻമഴയും നദികൾ പൊങ്ങുന്നതും കാറ്റും ഒരു ദിവസം ഞാൻ യേശുവിനെ അഭിമുഖീകരിക്കുമ്പോ അതുപോലെയായിരിക്കും. എന്റെ സ്വഭാവം ഉപ്പിൻ്റെതല്ലെങ്കിൽ, കുമായമാ കയ്യിൽ ഇരുന്നതെങ്കിൽ, ഈ കാറ്റടിക്കുമ്പോ ന്യായവിധിയെ കാണിക്കുന്നതാണ്, ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന അനുഭവത്തെ കാണിക്കുന്നതാണ്. നദി പൊങ്ങുന്നത് പോലെ 2018 സമയത്ത് വെള്ളപ്പൊക്കിയപ്പോ നമുക്ക് മനസ്സിലായല്ലോ. നമ്മൾ ചിലരോർത്ത് നമ്മുടെ വീട്ടിൽ കയറത്തില്ലെന്നാ. കേറി വന്നപ്പോ നമുക്ക് മനസ്സിലായില്ലേ? 4:30-5 മണിയായപ്പോ ഫോൺ വന്നില്ലേ, വരുന്നുണ്ട്, ഓടിക്കോ. എങ്ങോട്ടേലും പോകാതെ രക്ഷപ്പെടാൻ നോക്കുവോ? അതുപോലാണെന്ന് ആ ദിവസം. വൻ മഴ പെയ്തു, നദി പൊങ്ങി, കാറ്റടിക്കുന്നത് പോലെ ആത്മമണവാളനായ യേശുവിനെ നമ്മൾ എല്ലാവരും അഭിമുഖീകരിക്കേണ്ടി വരും. അന്ന് നമ്മളെ അവിടെ നിൽക്കാൻ സഹായിക്കുന്നത് കുമായം പൂശെല്ലാം അന്ന് താഴെ പോകും. നമ്മളോട് അസത്യങ്ങൾ പറഞ്ഞതെല്ലാം താഴെ പോകും. ആൾക്കാർ പറഞ്ഞില്ലേ, നമ്മുടെ ഉള്ള് നല്ലതാകാതിരിക്കെ സൗഖ്യത്തിന്റെ കാര്യവും സമൃദ്ധിയുടെ കാര്യവും മാനസാന്തരമില്ലാത്ത ഒരു വചന ശുശ്രൂഷയും മാനസാന്തരമില്ലാത്ത ഒരു പ്രവചനവും വചനമില്ലാത്ത ഒരു ഭൂതശാന്തിയും ശിഷ്യത്വമില്ലാത്ത ഒരു അത്ഭുത പ്രവൃത്തിയും എല്ലാം ആ ദിവസം ഒലിച്ചു പോകുമ്പോ അന്ന് നിൽക്കണമെങ്കിൽ ഉപ്പിന്റെ കാരം നമുക്ക് വേണം. വിശുദ്ധമായ പ്രവചന ശബ്ദമായി നിൽപ്പാൻ നമ്മൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കണം. എത്രയും പ്രവചന ശബ്ദത്തിൽ നമ്മൾ വളരുമോ അത്രയും ലോകം നമ്മളെ വെറുത്തിരിക്കും. ഈ പറയുന്ന 7:21 മുതലുള്ളവർ അവരെത്രയും പോപ്പുലർ ആയിരുന്നു എന്നറിയുവാൻ അവരുടെ ആ ഗിഫ്റ്റിങ്സ് മാത്രം നോക്കിയാൽ മതിയല്ലോ. എത്ര പേരെ അവര് സ്വാധീനിച്ചു എന്നുള്ളത് ആ 21 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത് പലരും ആ നാളിൽ എന്നോട് പറയും. മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ പലരും എന്ന പദം പിന്നെയും കാണുന്നു. പലരും കള്ളപ്രവചനം നടത്തും, പലരും കള്ളക്രിസ്തുക്കളായി വരും. ഈ ദിവസങ്ങളിൽ നമ്മളുടെ ഹൃദയത്തിൽ വരേണ്ട പ്രാർത്ഥന, കർത്താവേ, ഗാഡ് മീ, എന്നെ സൂക്ഷിക്കണമേ, എന്നെ കുമായത്തിൽ നിന്നും സൂക്ഷിച്ച് ഉപ്പിന്റെ സ്വഭാവത്തിലേക്ക് എന്നെ മാറ്റണമേ. അതെപ്പോ അറിയാം ഉപ്പിന്റെ സ്വഭാവമാണോ അല്ലയെന്ന്? കേൾക്കുന്നത് ഇഷ്ടപ്പെടാതെ വരുമ്പോഴേ ഓർത്തോണം, യെസ്, ഐ ആം ഗെറ്റിംഗ് സോൾട്ട്, ഐ ആം ക്ലെൻസ്ഡ്. എനിക്ക് വേദന എടുക്കുന്നുണ്ട്, ഈ പ്രസംഗം എന്നെ വേദന എടുപ്പിച്ചു, ഈ പ്രസംഗം എനിക്ക് നീറുന്നു. യു ആർ ഇൻ ദ റൈറ്റ് പ്ലേസ്. വിദേശ പാശ്ചാത്യ രാജ്യങ്ങളിലെ ട്രെൻഡ്, ഹൗ ദേ ചൂസ് എ ചർച്ച്, ഇതുപോലൊക്കെ ആയി വരുക നമ്മുടെ ഇടങ്ങളിലും. അവിടെ പിന്നെ ഇവിടെ ഇപ്പൊ ഈ ഗ്രാമത്തിലൊക്കെ ഒരുപാട് സ്ഥലം ഉള്ളത് കൊണ്ട് പാർക്കിംഗ് ഒന്നും നോക്കാറില്ല. ഇപ്പൊ ബാംഗ്ലൂർ പോലൊരു സ്ഥലമാണെങ്കിൽ ആദ്യം ആൾക്കാർ ചോദിക്കുന്ന പാർക്കിംഗ് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ചർച്ചിന് പാർക്കിംഗ് ഉണ്ടോ? പാർക്കിംഗ് ഉള്ളിടത്ത് പോകാൻ ഇഷ്ടമാ. മ്യൂസിക് ഉണ്ടോ? അവിടെ പോകാൻ ഇഷ്ടമാ. ഈ പറഞ്ഞതുപോലെ എല്ലാരും അത് കഴിഞ്ഞിട്ട് നിന്നൊരു ചായ കുടി ഉണ്ടോ, ഫെലോഷിപ്പ് ഉണ്ടോ, അത് ഇഷ്ടമാ. ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമേ ഉള്ളൂ, ഈ ഉപ്പിന്റെ സ്വഭാവം. കുമായമാണോ? ഭയങ്കര ഇഷ്ടമാ. അത് കേട്ടോണ്ടിരിക്കാൻ നല്ല പാർക്കിംഗ് ഉണ്ട്, ഇത് കഴിഞ്ഞിട്ട് ടീമുണ്ട്. പല സഭകളും മാറിക്കഴിഞ്ഞു. ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോ തന്നെ ടീ സെർവ് ചെയ്യുന്നിടമുണ്ട് കേട്ടോ. അതില്ലെങ്കിൽ അവർ പോവും. അവർ പറയുന്നത്, നമ്മൾ പാസ്റ്റർ പ്രസംഗിച്ചാട്ടെ, നമ്മൾ ചായയൊക്കെ കുടിച്ച് ഒരു ക്ലബ് അന്തരീക്ഷത്തിൽ റൗണ്ട് ടേബിൾ വിട്ടോണ്ട് കേട്ടോണ്ട്, ഇതൊക്കെ ഇങ്ങോട്ട് വന്നില്ലേലേ ഉള്ള അതിശയം. പാശ്ചാത്യ രാജ്യങ്ങളിലായി കഴിഞ്ഞു. പാശ്ചാത്യ രാജ്യങ്ങളിലെ സ്വാധീനം കൊണ്ട് നമ്മുടെ ഭാരതത്തിലും വന്നു കഴിഞ്ഞു. മെമ്പർഷിപ്പ് കാർഡ് ബെനിഫിറ്റ്സ്. ഞങ്ങളുടെ ചർച്ചിൽ കയറിയാൽ മെമ്പർഷിപ്പ് കാർഡ് തരും. ആ കാർഡ് കൊണ്ട് എന്തോ കിട്ടും?
ഹോസ്പിറ്റലിൽ പോയാൽ 10% ഡിസ്കൗണ്ട് കിട്ടും. ആരാ ഈ പറയുന്നത്? രോഗശാന്തിക്കാരനുമാ. ഒന്ന് ഓർത്ത് നോക്കിയേ, ഇതിനകത്തെ ആ വിരോധ ആഭാസം നോക്കിയേ. പറയുന്നത് മുഴുവൻ രോഗശാന്തിയാ, പക്ഷെ എന്റെ ചർച്ചിൽ കയറുന്ന മെമ്പർഷിപ്പ് കാർഡ് തരാം, ഏത് ഹോസ്പിറ്റലിലും സിറ്റിയിൽ പോയാൽ 10% ഡിസ്കൗണ്ട് യു ക്യാൻ അവെയിൽ. ആൻഡ് സ്പെഷ്യൽ ബെനിഫിറ്റ്സ്, പാർക്കിംഗ് ബെനിഫിറ്റ്സ്, സ്പെഷ്യൽ ബെനിഫിറ്റ്സ്, ഗിഫ്റ്റ്സ് ബെനിഫിറ്റ്സ്. ക്രിസ്മസിന്റെ സമയത്ത് സ്പെഷ്യൽ ഗിഫ്റ്റുകൾ ഈ കാർഡ് ഉള്ളവർക്കേ ഞങ്ങൾ കൊടുക്കാറുള്ളൂ. ഇതെല്ലാം ഒരു കോർപ്പറേറ്റ് കച്ചവടത്തിന്റെ ഭാഷകളല്ലേ? ആ കാലയളവിലാണ് നമ്മളെ ദൈവം ഈ ദേശത്താക്കിയിരിക്കുന്നത്. എന്തിനാ ആക്കിയിരിക്കുന്നത്? നമ്മൾ നോക്കുമ്പോൾ കരിയില മുക്കിന്റെ ഈ ഒരു വശത്ത് നിന്ന് ഈ ഒരു കൊച്ചു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് ഉപ്പായി തീരാനോ? അതെ അതെ അതെ, കഴിഞ്ഞ കുറെ വർഷങ്ങളായി കർത്താവ് നമ്മളിലൂടെ ചെയ്യുന്നത്. ഞാൻ പല രാജ്യങ്ങളിലും ചെല്ലുമ്പോൾ ഞാൻ കേൾക്കുന്ന സാക്ഷ്യം, ഇവിടെയുള്ള ഈ മീഡിയയിലൂടെയുള്ള ദൈവത്തിന്റെ വചനവും ഇവിടെ പറഞ്ഞ പല പ്രവചന ശബ്ദങ്ങൾ അനേകരുടെ കാഴ്ചപ്പാടിനെ തിരിച്ച് ലൗകികമേതാ ആത്മീകമേതാ എന്നവരെ കാണിക്കുവാൻ ഇടയായി. അനേകർ പലയിടങ്ങളിലും അത് അനുഭവിക്കുന്നു. ചോദ്യം ഇതാ, ഇവിടെ ഇരിക്കുന്നവർ അനുഭവിക്കുന്നോ എന്നുള്ളതാണ് ചോദ്യം. പലയിടങ്ങളിലും സാക്ഷ്യം കേൾക്കുന്നത് ഉപ്പിന്റെ സ്വഭാവം കിട്ടി, ആ ചാനലിലൂടെ വരുന്ന ഓരോ സന്ദേശങ്ങളിലും കഴുകൽ പ്രാപിക്കുന്നു, കാഴ്ചപ്പാട് നിത്യതയിലേക്ക് വർദ്ധിപ്പിക്കുന്നു. ഫലമാണ് ഇമ്പോർട്ടന്റ് എന്ന് മനസ്സിലാകുന്നു. വരം ഫലത്തിനുള്ള പകരക്കാരനല്ല എന്ന് മനസ്സിലായി. ഫലം വേണം, ഫലം. ഫലം ക്രിസ്തു സ്വഭാവമാ. ഇതൊക്കെ മനസ്സിലായെന്ന് ആൾക്കാർ സാക്ഷ്യപ്പെടുന്നു. ചോദ്യം ഇതാ, അടുത്തിരിക്കുന്ന ഇങ്ങനെ ഉരുമി നടക്കുന്ന നമുക്കിത് മനസ്സിലായോ എന്നുള്ളതാണ്. യേശുവിന്റെ സമയത്തും പറ്റിയത്, ആ സ്വന്തക്കാർക്ക് അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തക്കാരോ അവനെ കൈക്കൊണ്ടില്ല. കൈക്കൊണ്ടവര് മുഴുവൻ നാനാ ഭാഗത്തിൽ കിടന്നവരെല്ലാം പറഞ്ഞു, യെസ്, ഒരു വലിയ വെളിച്ചമാണ്, ഇത് ഉപ്പാണ്. പ്രതീക്ഷിക്കാത്ത മത്തായി, ഇത് എഴുതുന്ന ആള് മത്തായി ചുങ്കം പിരിച്ചുകൊണ്ടിരുന്ന ആളാണ്. മനുഷ്യരാൽ തിരസ്കരിക്കപ്പെട്ട ആളിനെ വിളിച്ച് യേശു പറയുക, കമോൺ, നിന്നെ ഉപ്പാക്കി മാറ്റാൻ പോവുക. നീ പറഞ്ഞ ആരും കേൾക്കത്തില്ല, പക്ഷേ നിന്റെ അധരത്തിൽ ദൈവത്തിന്റെ നിയോഗം തന്ന് നിന്നിലൂടുള്ള വചന ശുശ്രൂഷയിൽ ഒരു കൂട്ടത്തെ കഴുകുവാനുള്ള, ശുദ്ധീകരിപ്പാനുള്ള, നിത്യതയിലേക്ക് തിരിപ്പാനുള്ള ആത്മീയ അധികാരം മത്തായിയെ നിന്റെ കയ്യിൽ തരാം. ഇന്ന് പകൽ വിശ്വസിക്കുന്നുണ്ടോ? നമ്മളിൽ ചില അൺലൈക്ലി ആൾക്കാരെ, മനുഷ്യർ ഒരിക്കലും ചിന്തിച്ചാൽ ഒരു വചന ശുശ്രൂഷ ഏൽപ്പിക്കുവാൻ ധൈര്യപ്പെടാത്ത നമ്മളിൽ ചിലരെ ദൈവത്തിന്റെ നിയോഗത്താൽ പ്രവചന ദൂതുമായി ദേശങ്ങളിലേക്ക് അയക്കുവാൻ, എന്തിന്റെ വെളിച്ചത്തിലാ? പേഴ്സണാലിറ്റിയുടെ വെളിച്ചമല്ല, വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചമല്ല, അതൊരു നിയോഗമായി. നീ ഭൂമിയുടെ ഉപ്പായി തീരുവാൻ, ആ സത്യം വിളിച്ചു പറയാനുള്ള ആത്മനിയോഗമായി ഓടുവാൻ. നമ്മുടെ കൺവെൻഷൻ യോഗങ്ങളിൽ സത്യം കേൾക്കട്ടെ, നമ്മുടെ പരസ്യയോഗങ്ങളിൽ സത്യം കേൾക്കട്ടെ, അസ്വസ്ഥതപ്പെടുത്തുന്നതാണെങ്കിലും സത്യം കേൾക്കട്ടെ. അവിടെ ഉപദ്രവവും പരിഹാസവും നിന്നയും വരും, പരസ്യയോഗങ്ങളിലും വരും, നേരത്തെയും വന്നിട്ടുണ്ടല്ലോ. ആ സമയത്ത് ഓർക്കുക, പീഡനവും നിന്നയും പരിഹാസവും വരുമ്പോ ഓർക്കുക, ഞാൻ 5:13, ഞാൻ 7:22 അല്ല. 7:22 സുഖമായി ഇവിടെ. അന്നാളിൽ കേൾക്കാം വെളിയിൽ, away from me. ഇന്ന് പുറത്താക്കപ്പെട്ടാലും ആ ദിവസം കേൾക്കണം, കം, എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാം. ഇവിടെ അവസാനത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഈ 5-ാം അധ്യായം 13-14 ഒരു പ്രധാന കാര്യം നമ്മൾ കാണാതെ പോകരുത്. പരിഭാഷയിൽ പലപ്പോഴും അത് അത്ര വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കാത്തതാണ്. 5:13 ഭൂമിയുടെ ഉപ്പെന്നാണെന്ന് പറയുന്നത്, 14 ലോകത്തിന്റെ വെളിച്ചമെന്നാണ് പറയുന്നത്. എന്നാൽ ആ ഭൂമിക്കുള്ള മൂലപദം അതേ പദം തന്നെയാണ് മത്തായിയുടെ സുവിശേഷം 4:15 വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ അവിടുത്തെ പരിഭാഷ ഭൂമി എന്നല്ല.
നോയിക്കേ 4-ാമത്തെ അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്ന് പറഞ്ഞാൽ 14-ാമത്തെ വാക്യത്തിൽ സെബലൂൻ ദേശവും നഫ്താലി ദേശവും, ഈ ദേശം എന്നുള്ള പദമാണ് 5:13 ഉപ്പിനോടുള്ള ബന്ധത്തിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ കൃത്യമായ പരിഭാഷ, നിങ്ങൾ ഭൂമിയുടെ എന്നല്ല, നിങ്ങൾ ദേശത്തിന്റെ ഉപ്പാണ് എന്നാ അതിന്റെ അർത്ഥം. ഈ പറയുന്ന 5:14 ലാൻഡ് ഓഫ് സെബലൂൻ, ലാൻഡ് ഓഫ് നഫ്താലി, യു ആർ ദ സോൾട്ട് ഓഫ് ദ ലാൻഡ് എന്ന് പറയുമ്പോ ലാൻഡ് ആ പശ്ചാത്തലത്തിൽ പ്രതിനിധാനം ചെയ്യുന്നത് അവരായിരിക്കുന്ന പലസ്തീനിലെ ടൗൺസ് ആണ്. നിങ്ങൾ ഈ ദേശത്തിന്റെ ഉപ്പും നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചവും എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആക്കി വെച്ചിരിക്കുന്ന സ്ഥലത്തെ ഉപ്പ്, ഗ്ലോബൽ മിഷൻ, നിങ്ങൾ കാണാത്ത, നിങ്ങളുടെ ചുറ്റുവട്ടമല്ല, ലോകത്തിന്റെ വെളിച്ചം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ആദ്യം ഉപ്പായി തീരേണ്ടത് എവിടെയാ? വെളിച്ചമായി തീരാൻ ലോകത്തിൽ പോകുന്നതിനെക്കാട്ടി മുമ്പ് ലാൻഡിൽ ഉപ്പാകണം. ലാൻഡിൽ ഉപ്പാകുന്നവർക്ക് ലോകത്തിൽ വെളിച്ചമാകാൻ ഒക്കത്തുള്ളൂ. ഇല്ലേ ആൾക്കാർ പരിഹസിക്കും, ഇല്ലേ ആൾക്കാർ നിന്ദിക്കും. ലാൻഡിന്റെ പ്രാഥമിക ആപ്ലിക്കേഷൻ വരുന്നത് എവിടാന്നറിയാമോ? അവർ ഫാമിലിയിൽ ഉപ്പാകാൻ ഒക്കാത്ത ഒരാൾക്ക് ലോകത്തിൽ വെളിച്ചമാകാൻ ഒരിക്കലും അത് അങ്ങനെ ഒരു പ്രക്രിയ ഇല്ല. എന്നാൽ ഇന്ന് ഗിഫ്റ്റ് ആണെല്ലാം. വൈഫും ഹസ്ബൻഡും ഒരുമിച്ചല്ലെങ്കിലും 7:22 ഉണ്ട്. നിന്റെ നാമത്തിൽ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ രോഗം സൗഖ്യം, ആ ഗിഫ്റ്റിലെല്ലാം പോകുന്നു. കുടുംബത്തിൽ കലഹമാണെങ്കിലും വരമുള്ളത് കൊണ്ട് സ്വീകാര്യതയും വേദിയും കൈപ്പറ്റുന്നു. അവിടെയാണ് യേശുവിന്റെ കീറിമുറിക്കുന്ന സന്ദേശത്തിന്റെ കൃത്യത വരുന്നത്. ഭൂമിയുടെ, ലാൻഡിന്റെ, ദേശത്തിന്റെ, ഫാമിലിയുടെ ഉപ്പാകണം. ഫാമിലിയിൽ സ്വാദ് കൊണ്ടുവരണം. ഫാമിലി നശിച്ചു പോകാതെ പ്രാർത്ഥനയിൽ അതിനെ പ്രിസർവ് ചെയ്യണം. എല്ലാറ്റിലുപരി ഫാമിലിയിൽ പ്യൂരിഫിക്കേഷൻ കൊണ്ടുവരണം. ഓരോ ഫാദറും മദറും അത് ചെയ്യണം. സിബ്ലിങ്സ്, അന്യോന്യം, ബ്രദർ ആൻഡ് സിസ്റ്റർ. ഒരാള് സിസ്റ്റർ മാറുന്നത് കണ്ടാൽ ഉടൻ ഓർക്കണം 5:13, എന്നെ ഉപ്പാക്കണമേ, അവിടെ ജീവിതത്തിൽ എന്നെ ഉപ്പാക്കണമേ. സിസ്റ്ററും ബ്രദറും നല്ല റിലേഷൻഷിപ്പോട് ഇരിക്കണമെങ്കിൽ മിണ്ടായിരുന്നാ മതി. ചിലടത്ത് കാണുന്ന പോലെ ഞാൻ അവളോട് ഒന്നും പറയാൻ പോകുന്നില്ല, പറയുമ്പോഴല്ലേ പ്രശ്നം. അത് അവിടെ ജീവിതം, എന്റെ ജീവിതം. നോ, യു കനോട്ട് ബിക്കം ലൈറ്റ്, യു കനോട്ട് ബിക്കം സോൾട്ട്. ലൈറ്റ് ഓഫ് ദ വേൾഡ് ആകണമെങ്കിൽ മുറിവേൽപ്പിക്കുന്ന സത്യം മാറി സിസ്റ്ററോട് പറഞ്ഞാലേ ഒക്കത്തുള്ളൂ. എടീ, കുറെ ദിവസമായിട്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കുക, നിന്റെ ചില രീതികൾ, വസ്ത്രധാരണം, സംസാരം, നീ മൊബൈലിൽ കാണുന്ന റീൽസ്, ഇതൊക്കെ ദൈവവചനത്തിന് ചേർന്നതാണോ എന്ന് നീ ഒന്ന് ശോധന ചെയ്യുന്നത് നല്ലതാ. എന്തോ പറ്റും ആ നിമിഷം? നീ എൻ്റെ അടുക്ക പാസ്റ്ററാകാൻ വരില്ലേ പറയും. അപ്പൊ പീഡനം എവിടുന്ന് കിട്ടി? സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടി. ഉപദ്രവവും നിന്നയും ഒന്നും ആരും വെയിറ്റ് ചെയ്യേണ്ട ഡിസംബർ ആകാൻ. സത്യം പറയാൻ തുടങ്ങിയാൽ മതി. അന്യോന്യം അസ്വസ്ഥതപ്പെടുത്തുന്ന സത്യം ഉപ്പായി തീരുമ്പോൾ നമ്മൾ പറഞ്ഞിരിക്കും. കാരണം എങ്ങനെയല്ലേ കഴിയണ്ടേ? ഇല്ലേ ഈ പഴുപ്പ് വ്യാപിച്ച് ആംപ്യൂട്ടേഷൻ ചെയ്യേണ്ട വരും, അവസാനം കാല് മുറിക്കേണ്ട വരും. അതിനെക്കാട്ടിൽ മുമ്പ് ഈ സോഡിയം ക്ലോറൈഡ് അപ്ലൈ ചെയ്യുന്നതാ നല്ലത്. ക്ലെൻസിങ് അപ്ലൈ ചെയ്യുന്നതാ നല്ലത്. സത്യങ്ങൾ പറയേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ വീടുകളിൽ ഉണ്ടോ? പറയണം. കാണുന്നത് നമ്മൾ ചിലപ്പോൾ കണ്ടില്ലെന്ന് വെക്കത്തില്ലേ? സമാധാനത്തോടെ നമുക്ക് ഇരിക്കാം. ആ സമാധാനം ഏതാ? കുമ്മായം പൂശുന്ന സമാധാനമാണ്. അതാ യെഹെസ്കേൽ വിളിച്ചു പറഞ്ഞത്. അതാ യെരമ്യാവ് 8:11 യെരമ്യാവ് വിളിച്ചു പറഞ്ഞത്. സമാധാനം ഇല്ലാതിരിക്കെ സമാധാനം എന്ന് പറയുന്നത് ഉപ്പിന്റെ സ്വഭാവമല്ല, അത് കുമായത്തിന്റെ സ്വഭാവമാണ്.
ആ സ്ഥിതിയിലാണ് കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ചു പറയുന്നത്, സ്പീക്ക് ട്രൂത്ത്. ഒരാളുടെ ഹൃദയം കർത്താവിങ്കലേക്ക് തിരിക്കുവാനുള്ള സംസാരം. ഒരു കാര്യം ഇതിനകത്തുള്ളത്, ഇത് പറയണമെങ്കിൽ നമ്മുടെ ജീവിതം ശരിയല്ലേ, നമ്മൾ എങ്ങനെ കറക്റ്റ് ചെയ്യും? രാവിലെ മുതൽ വൈകിട്ട് വരെ റീലും കണ്ട് പബ്ജിയും കളിച്ചോണ്ടിരിക്കുന്ന ഒരാള് സിസ്റ്ററോട് പറയാനൊക്കെ, എടി നീ ഫോൺ കൂടുതൽ സമയം പറയാനൊക്കത്തില്ലേ? നമ്മള് തിരിച്ച് പറയത്തില്ലേ, സിസ്റ്റർ ഇങ്ങോട്ട് പറയത്തില്ലേ, നീ പിന്നെന്തോ ചെയ്യുന്നെന്ന് പറയത്തില്ലേ? അപ്പോ ഇതൊരു വലിയ ദൗത്യമാണ്. ദൈവത്തിന്റെ വെളിച്ചത്തിനാൽ സ്വാധീനമായി ആ സ്വഭാവത്താൽ നമ്മൾ രൂപപ്പെട്ട് നമ്മുടെ ജീവിതവും സംസാരവും പ്രവചന ശബ്ദമായി മാറുന്നു. പറയുന്ന വാക്ക് മാത്രമല്ല, ജീവിതം തന്നെ ഉപ്പായി, സ്വാദ് കൂട്ടുന്ന ഉപ്പ് മാത്രമല്ല, കഴുകുന്ന ഉപ്പായി മാറി അങ്ങനെ ജീവിക്കുന്ന ഒരാളെ 5:14 വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. 5:14 ഈ ഭൂമിയുടെ, ഈ ദേശത്തിന്റെ, വീടിന്റെ ഉപ്പായി തീർന്നവനോട് പറയുകയാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അടുത്ത കേൾക്കണേ, മലമേൽ ഇരിക്കുന്ന പട്ടണം, അടുത്ത വാക്ക് നോക്കണം, മറഞ്ഞിരിപ്പാൻ പാടില്ല എന്ന മലയാളം ട്രാൻസ്ലേഷൻ. ഇംഗ്ലീഷ് പരിഭാഷ എന്താ? ഇറ്റ് cannot be hidden. മറഞ്ഞിരിക്കാൻ പാടില്ലെന്നല്ല, മറഞ്ഞിരിക്കത്തില്ല എന്ന. ഇതേ കാര്യമാണ് വാസ്തവത്തിൽ ഉപ്പിനോടുള്ള ബന്ധത്തിൽ പറയേണ്ടിയിരുന്നത്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, ഉപ്പ് കാരമില്ലാതാകത്തില്ല, അതാ പറയേണ്ടത്. പക്ഷെ പറഞ്ഞത് എന്താ യേശു? ഉപ്പ് കാരമില്ലാതായി പോയാൽ എന്ന് പറഞ്ഞാൽ, ഇമ്പ്യൂരിറ്റി വന്നാൽ, നിന്റെ സ്വഭാവം ലോകത്താൽ സ്വാധീനിക്കപ്പെട്ടാൽ പിന്നെ ചവിട്ടാനേ കൊള്ളത്തുള്ളൂ. എന്നാൽ സ്വഭാവം സൂക്ഷിക്കുന്ന, വിശുദ്ധിയിൽ വളരാൻ വചന ശുശ്രൂഷ ഒരു കണ്ണാടി പോലെ മാനസാന്തരപ്പെട്ട് കണ്ടുണരുന്ന ഒരു ആളെ കുറിച്ച് പറയുക, നീ മറഞ്ഞിരിക്കത്തില്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ ചിലരോടുള്ള ദൂതാണ് ഞാൻ വിളിച്ചു പറയുന്നത്, യു cannot be hidden. നിനക്ക് ഒളിച്ചിരിക്കാനായിരിക്കും ആഗ്രഹം, ഞാനിവിടെ മറഞ്ഞിരുന്നോളാം. പക്ഷെ ദൈവത്തിന് നീ ഒരു വെളിച്ചമാകണം. നിന്റെ ശബ്ദം അനേകർ കേൾക്കണം. നിന്റെ ഇൻഫ്ലുവൻസിനെ ദൈവത്തിങ്കലേക്ക് തിരിപ്പാനായി കിങ്ഡത്തിന് വേണ്ടിയുള്ള നിന്റെ സ്വാധീനത്തെ ദൈവം വർദ്ധിപ്പിക്കും. യു cannot be hidden. We have to be only concerned about our character. We have to be only concerned, am I salt? I should not lose my saltiness. കാരമില്ലാതായി പോകാതെ സൂക്ഷിക്കുന്നവരെ, അവരെ കുറിച്ച് പറയുക, ലോകത്തിന്റെ മുമ്പിൽ നീ ശോഭിക്കാതെ വിളക്ക് നിന്റെ കെട്ടുപോകത്തില്ല. ഇറ്റ് cannot be hidden. നിന്റെ നല്ല പ്രവൃത്തി ലോകം കാണും. നല്ല പ്രവൃത്തിയെ കുറിച്ചാണോ അവിടെ പറയുന്നത്? 5:16 വാക്യം, അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട്. ഇറ്റ് cannot be hidden. It will be visible. ആ നല്ല പ്രവൃത്തിയിൽ എന്തോ ഉണ്ടെന്നറിയാമോ? വചന ശുശ്രൂഷയും നല്ല പ്രവൃത്തിയുടെ സത്യം പറയുന്ന, മാനസാന്തരം പറയുന്ന ആ നല്ല പ്രവൃത്തിയുടെ ഭാഗമാണ് ദൈവത്തിന്റെ വചന ശുശ്രൂഷയും. ഇതാണ് 7-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങളിലെ ശുശ്രൂഷകർക്ക് ഇല്ലാതായത്. അവർ യേശുവിനോട് പറയുക, വി ആർ ലൈക്ക് യു. പ്രവചനം, അത്ഭുതം യേശു ചെയ്തില്ലേ, ഞങ്ങളും അങ്ങനെയാ. യേശു തിരിച്ചു പറയുന്നത്, ഞാൻ ഉപ്പാ, ഞാൻ വെളിച്ചമാ. യു ആർ നോട്ട് ലൈക്ക് മീ. ഏതിൽ? നിന്റെ വചനത്തിൽ മാനസാന്തരമില്ല. നീ വെളിച്ചമല്ല എന്ന് പറഞ്ഞാൽ, യോഹന്നാൻ സുവിശേഷം 3:18 പറയുന്ന വെളിച്ചം ലോകത്തിൽ വന്നിട്ടും ആൾക്കാർ ഇരുളിനെയാ സ്നേഹിച്ചത്. വെളിച്ചമെന്ന് പറയുന്നത്, വചന ശുശ്രൂഷയുടെ വെളിച്ചമെന്ന് പറയുന്നത് അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു വെളിച്ചമടിയാണത്. അത് അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചമടിയാണ്. നമ്മൾ സമൂഹമായി, വ്യക്തിപരമായി ഈ വെളിച്ചത്തിന്റെ അടുക്കലോട്ട് പോയി നമ്മൾ മാറാനുള്ള മേഖലകളെ കണ്ടുണർന്ന് ഉപ്പിന്റെ സവിശേഷമായ ശുദ്ധീകരണത്തിന്റെ സ്വഭാവം ഏറ്റുകൊണ്ട് ജീവിച്ചാൽ
പ്രവചന ശബ്ദം നമ്മളിലൂടെ നടക്കും. രോഗസൗഖ്യം ദൈവം നമ്മളിലൂടെ ചെയ്യും. ഭൂതങ്ങൾ വന്ന് കംഫർട്ടബിൾ ആയി തിരിച്ചു പോകത്തില്ല. ഭൂതങ്ങൾ അലറിയോടും. ഈ 3 പ്രശ്നമില്ല. ഭൂതം പുറത്താക്കൽ നടക്കേണ്ടതാണ് ദൈവസഭയിൽ. പെന്റക്കോസ്റ്റൽ എംഫസിസിൽ ഉള്ളതാണത്. ആത്മനിറവിൽ ഭൂതങ്ങൾ വിട്ടുപോകണം. ആത്മനിറവിൽ രോഗികൾ സൗഖ്യമാകണം. ആത്മനിറവിൽ വീര്യപ്രവർത്തികൾ നടക്കണം. എന്നാൽ ഇതിനോടൊപ്പം ഉപ്പിന്റെ സ്വഭാവവും വേണം. വെളിച്ചത്തിന്റെ നിസ്തുലമായ അനുഭവം വേണം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവസ്ഥലിൽ അടയ്ക്കാം. നമ്മുടെ തലകളെ നമുക്ക് ദൈവസ്ഥലിൽ വണക്കി ദൈവമുമ്പാകെ പ്രാർത്ഥനാപൂർവം ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, ഒരു സഭയിൽ വന്നു എന്നതിനേക്കാൾ അപ്പുറമായി, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു എന്നതിനെക്കാട്ടിൽ ഈ കുറെ ടിക്ക് ബോക്സുകൾക്കപ്പുറമായി എന്നെ ഉപ്പാക്കണമേ. എന്റെ കുടുംബത്തിലെ ഉപ്പ് ശുദ്ധീകരിക്കുന്ന ആ ഉപ്പാക്കി എന്റെ അധരങ്ങളെ മാറ്റണമേ. വെളിച്ചം മറഞ്ഞിരിക്കത്തില്ല, എന്നെ വെളിച്ചമാക്കണമേ. എന്റെ സ്വഭാവത്തിലൂടെ ആന്തരിക രൂപാന്തരം പ്രാപിച്ച ഒരു വ്യക്തിയുടെ ആത്മനിറവുള്ള ജീവിതം ഒരു വലിയ സാക്ഷ്യമായിരിക്കും ലോകത്തിന്റെ മുമ്പിൽ. എന്നെ ലോകത്തിന്റെ വെളിച്ചവും ഭൂമിയുടെ ഉപ്പാക്കി മാറ്റി. കുമായമടിക്കുന്ന പരിപാടിയല്ല, ഉപ്പിന്റെ സ്വഭാവം എന്നിൽ തരണമേ. അങ്ങനെയെങ്കിൽ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് ആത്മനിറവിന്റെ ജീവിതം നയിച്ചുകൊണ്ട് നിത്യതയിൽ കാണപ്പെടുവാൻ കർത്താവ് ഇടവരുത്തും. ആത്മീക കാപട്യം വേണ്ട, ആത്മീക കച്ചവടവും വേണ്ട. ആത്മനിറവിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തെ യേശുവിന് വേണം. ഒരു നിമിഷം അധരങ്ങളെ തുറന്നൊന്ന് പ്രാർത്ഥിക്കാമോ? ആത്മാവിൽ നിറച്ചൊരു ജീവിതം എനിക്ക് നൽകണമേ. ആത്മാവിനെ അനുസരിച്ച് നടക്കുവാനുള്ള ബുദ്ധി എനിക്ക് നൽകണമേ. ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്ന് പറഞ്ഞാൽ ഉപ്പിന്റെ സ്വഭാവം നഷ്ടപ്പെടുത്തി ജീവിക്കാതെ ദൈവം എന്നെ തെരഞ്ഞെടുത്ത ആ പ്രവൃത്തി പൂർത്തീകരിപ്പാനായി കർത്താവ് എന്നെ സഹായിക്കണമേ.